കണ്ടില്ലേ വരുമ്പോൾ കുറച്ച് ഒരു വിഷ്വൽ നമുക്ക് കാണാം. ഓ നൈസ്. പിന്നെയും പിന്നെയും എങ്ങനെ ഇറങ്ങി ചുറ്റി വന്ന് ഇനി രാത്രി ഡീജെ സംഭവങ്ങള് എവിടെ പോയി നിങ്ങളല്ലേ ചോദ്യം ബ്രോ. പിന്നെയും പിന്നെയും നിങ്ങളെ ഭയങ്കരമായി നോക്കി നടക്കുക. എങ്ങനെയാണ് നിങ്ങളെ അടിപൊളിയല്ലേ? അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് കാണാം. ഇവിടെ തന്നെ കാണാം. മുടി പിന്നെ കെട്ടിയാണ്. ഓക്കെ, ചേട്ടന് വിടാൻ പറ്റുമോ? മുടിയാ? ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഗോവ 2 എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഗോവയിലെ മെയിൻ ബീച്ച്, പാഗ ബീച്ച്. ഇവിടെയാണ് നമ്മൾ മിക്ക ഫിലിം ഏറ്റവും കൂടുതൽ ഷൂട്ട്സ് നടക്കുന്ന മേഖലയാണ് ഈ ഒരു പാഗ ബീച്ച്. ഇപ്പം നമ്മൾ ഈവനിങ് സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് ബോട്ടിങ്, പാരാഗ്ലൈഡിങ്, അങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചർ ട്രാക്ക് സംഭവമുണ്ട്. നൈസ് ബീച്ച്. കളറ് മൾട്ടി കളർ. അങ്ങനെ ഗോവ വന്നിട്ട് മുടി പിന്നെ കെട്ടിയാണ്. ഓക്കെ, ചേട്ടന് വിടാൻ പറ്റുമോ? മുടിയാ? യെസ്. അപ്പൊ നമുക്ക് ഗോവ വരുമ്പം ഇങ്ങനെ മോഡൽ ചെയ്യാം. ഗോവ സ്പെഷ്യൽ. അങ്ങനെ നമ്മള് ഒത്തിരി ദൂരം നടന്ന് പാഗ ബീച്ചിന്റെ മെയിൻ നമ്മുടെ മെയിൻ സൈഡ് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പേര് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം. ഇതിന്റെ ബാക്കില് DJ പാർട്ടി. പിന്നെയും പിന്നെയും എങ്ങനെ ഇറങ്ങി ചുറ്റി വന്ന് ഇനി രാത്രി ഡീജെ സംഭവങ്ങള് എവിടെ പോയി നിങ്ങളല്ലേ ചോദ്യം ബ്രോ. ഓക്കെ, കണ്ടില്ലേ? അപ്പൊ നമുക്ക് എവിടെ വന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കുറേ മലയാളികളുണ്ട്. നമ്മളെ സംഭവം എന്നല്ല അവരും, പക്ഷേ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് വളരെ സന്തോഷം. പിന്നെയും പിന്നെയും നിങ്ങളെ ഭയങ്കരമായി നോക്കി നടക്കുക. എങ്ങനെയാണ് നിങ്ങളെ അടിപൊളിയല്ലേ? അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് കാണാം. ഇവിടെ തന്നെ കാണാം. ഇതിപ്പോ നമ്മളെ കോവളം ബീച്ചാണ്. കോവളം ബീച്ച് ഒന്നും അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് മലയാളിസ് കൊണ്ട് ഇവിടെ നമുക്ക് തട്ടി നടക്കാൻ പറ്റില്ലെന്ന് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ലക്ഷറി കണ്ടില്ലേ?
കണ്ടില്ലേ വരുമ്പോൾ കുറച്ച് ഒരു വിഷൻ നമുക്ക് കാണാം. ഓ നൈസ്. എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. വൺ ഡേ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം. എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തുള്ള ഒരു യൂണിക് ആയിട്ടുള്ള യാത്ര ചെയ്യുമ്പം കണ്ടില്ല, നമുക്ക് എവിടെ പോയാലും ഇങ്ങനെ കുറേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അവർ ആ ഒരു അനുഭവം പറയാൻ, അവർ ആ ഒരു പറയാൻ അങ്ങനെ കുറച്ച് ഒരു വലിയൊരു ബീച്ചാണ് കേട്ടോ. നമ്മുടെ ആ ഒരു കോവളം ബീച്ച് ആണെങ്കിൽ ഇതിൻ്റെ ഒരു 5 മിനിറ്റ് വരും ഈ ഒരു ബീച്ച്. പിന്നെന്ന് വെച്ചാൽ അത്രയ്ക്കും ഏരിയ ഉണ്ട്. കോവളം ബീച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് ദൂരം മാത്രം നമുക്ക് കുളിക്കാനും പിന്നെ നിൽക്കേണ്ട സ്പേസ് ഇത് കണ്ടില്ലേ, ബാക്ക് സൈഡ് ഇത്രയും അതേപോലെയാണ്. നൈസ് നൈസ് ബീച്ച്. പിന്നെ വന്നത് കുറച്ച് ലേറ്റായി, അല്ലെങ്കിൽ നമുക്ക് ഈ ഇത് കാണുമ്പോൾ നമുക്ക് ബോട്ടിങ്, പാരാഗ്ലൈഡിങ്, പിന്നെ സഫറിങ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. പക്ഷേ വേറെ കുറച്ച് പ്ലാനിങ് ഉള്ളതുകൊണ്ട് വരാൻ. അപ്പോൾ നമ്മൾ ഗോവ വഴിക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കുറേ നമുക്ക് ഈ നമ്മുടെ നാട്ടിലുള്ളത് കുറേ പെട്ടിക്കടയില്ലേ ഈ സാധാരണ ഈ വീട്ടു സാധനങ്ങളും വേണ്ടത്. അപ്പോൾ അതേപോലെ ഇവിടെ ഗോവക്കാണെങ്കിൽ ഒത്തിരി അധികം നമുക്ക് ഈ മദ്യ വിൽപ്പന ശാല കാണും. അയ്യോ, അങ്ങനെ രാവിലെ അഗോഡ ഫോട്ടോ കണ്ടതിന് ക്ഷീണം തീക്കാൻ വേണ്ടി ചെറിയൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത് കണ്ട ആ ഒരു ലിക്കർ ഷോപ്പിൽ തന്നെ കയറി ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങ് ബുക്ക് ചെയ്തു. ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇമ്പോർട്ടന്റ് സാധനങ്ങൾ മാത്രമല്ല നമ്മൾ മിലിറ്ററി കിട്ടുമ്പോൾ നല്ല ക്വാളിറ്റി നല്ല പ്രീമിയം സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ നിങ്ങളെ ഈ ഒരു കൂട്ടത്തിൽ ഒരു ടാങ്കായ ഫ്രണ്ട്സിന് തന്നെ ഈ വീഡിയോ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും. പുള്ളി ഇത് കണ്ട മിക്കവാറും അടുത്ത ട്രെയിനിൽ തന്നെ കയറി ഗോവയിലേക്ക് തന്നെ വരും. അപ്പൊ ബാക്കിയുള്ള ഫുൾ എപ്പിസോഡ് അടുത്ത വീഡിയോയിലായിരിക്കും. കാര്യം ഫുള്ള് ഗോവ ബാക്കിയുള്ള ചില്ലിങ് ബാക്കിയുള്ള ഒരു അൺലിമിറ്റഡ് ഫുൾ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ബാക്കിയുള്ള ഗോവ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ. ഓക്കെ, അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക.